അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര സഖിൻ്റെ മടിത്തട്ടിലുള്ള പൊന്മുടിയിലേക്കാണ്. നല്ലൊരു അനുഭൂതിയാണ് പൊന്മുടിയിലേക്കുള്ള ഈ സമയത്തുള്ള യാത്ര. ആഹാ, എന്നാലും എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടോ? മഞ്ഞിണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലി കുരുവി. തന്നെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസ് കാണാം. അപ്പോൾ അങ്ങനെ ആരും കടത്തിവിടുന്നൊരു സ്ഥലമല്ല. നമുക്ക് എന്തായാലും ആ വാട്ടർഫാൾസിൻ്റെ രസകരമായ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു.
അങ്ങനെ താഴെ നിന്ന് നമ്മൾ സഞ്ചരിച്ച് കുളച്ചിക്കര എത്താറായി. ഇപ്പോൾ കുളച്ചിക്കരയ്ക്ക് മുന്നോടിയായി കാണുന്ന ആ ക്ഷേത്രമാണത്. ഈ വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളച്ചിക്കര എത്തും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുളച്ചിക്കരയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 200-250 മീറ്റർ ഉള്ളിൽ വന്നപ്പം തേയില ഫാക്ടറിയാണിത്. തേയില ഇല പറിച്ച് സംസ്കരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുളച്ചിക്കര വെച്ച് തന്നെ ഒരു അമ്മച്ചി നമ്മളെ കണ്ട് അവരെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു. അങ്ങനെ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അമ്മച്ചിയെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി. അവർക്ക് ഈ എസ്റ്റേറ്റിൽ നിന്നും ശമ്പളമൊന്നും കൊടുക്കുന്നില്ല, താഴോട്ട് ബസ്സിന് പോകാൻ നിവൃത്തിയില്ല, 10-30 കിലോമീറ്റർ താഴെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ ബസ്സില്ല, റോഡ് ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ബസ്സില്ല, അങ്ങനെ ഒരുപാട് പരാതികൾ പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയുടെ വീട്ടിലേക്ക് എത്തി. അമ്മച്ചിയുടെ വീട്ടിൽ കയറി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മനസ്സിലാക്കി അമ്മച്ചി ഒരു പാട്ടൊക്കെ പാടി എന്നിട്ടൊക്കെയാണ് അവർ വിട്ടത്. വീടിൻ്റെ പുറകിൽ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ ദുരിതങ്ങളാണ് അമ്മച്ചി കാണിക്കുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് വീടുകളൊന്നും മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നാണ് അമ്മച്ചിയുടെ പരാതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളും ഇതുപോലെ തന്നെയാണ്, പാവങ്ങളാണ് എല്ലാവരും. ഇതെന്താണ് മേളിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. മേളില അവിടുത്തെ എപ്പോഴും വെള്ളം വന്നോണ്ടിരിക്കുമല്ലോ. അമ്മയുടെ പേരെന്താണ്? മക്കളൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് രണ്ടുപേരേ ഉള്ളൂ. ഒരാൾ തമിഴ്നാട്ടിലല്ലാതെ സ്വന്തം സ്ഥലമൊക്കെ ഉണ്ടാവും? ഇല്ല, ഉണ്ടായിരുന്നു കൊടൈക്കനാലില്. കൊടൈക്കനാലിലാണ്. അവിടെയാണ് എന്നെ കെട്ടിച്ചയച്ചത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 31 വർഷമായി. അങ്ങനെ തിരിച്ചിവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, ആരും ഒറ്റ സഹായം ഇല്ല മക്കളെ. ഈ പേരത്തെ പൈസ മാത്രം കിട്ടുക 1600 രൂപ. അതേ ഇനി മരുമോളടുത്താണ് പോയിട്ടുള്ളത്. പൈസ എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞു പോയത്. 500 രൂപ തന്നാൽ അവളും പിള്ള കുട്ടിക്കറി. എൻ്റെ മോനും മരിച്ചു പോയാൽ 3 പിള്ളേരുണ്ട്, 2 പെണ്ണും ഒരാളും. അവളും പാവം തന്നെ. ഇനി നമുക്ക് എന്തെങ്കിലും തരാൻ പറ്റും. പണ്ട് തേയിലയൊക്കെ തോട്ടത്തിലൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്ന? പാട്ട് പാടുവോ? അങ്ങനെ ഉണ്ടാ? അല്ല, പാട്ട് നിങ്ങൾ ജോലി എളുപ്പത്തിന് വേണ്ടിട്ട് പാട്ടൊന്നും പാടൂലേ? ആഹാ, എന്നാലും എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാട്. പള്ളിയിലെ പാട്ട് പാടോ? പള്ളിയിലെ പാട്ട്. ആ, ഒരു പാട്ട് പാട്. സീതാലക്ഷ്മി അമ്മ പാട് ഒരു പാട്ട്. പള്ളി പാട്ട് പാടിയാൽ മതി. ആ, കുറച്ച് പാടണേ. പാട്. ഉറച്ചു പാട്, ഉറച്ചു പാട്, കുറച്ചുകൂടെ ഉറച്ചു പാട്, കേക്കട്ടെ.
ആ കുഴപ്പമില്ല കുഴപ്പമില്ല, കുറച്ച് പാടിയേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ള പാട്ട് പാടാം. നീ പള്ളിയിലുള്ള പാട്ട് പറഞ്ഞാൽ മതി. 2-3 കവി പാടിയാൽ മതിയേ. പാട് പാട് ഒരു പാട്ട് പാട്. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇന്നയോളം ദൈവമെന്നെ കാത്ത്. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം ദൈവമെന്നെ കരുതി. ഇത്രത്തോളം കരുതിയ ദൈവമേ, ഇനിയും കരുതുവാൻ സത്യനേ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ സത്യനേ. ഇവിടെ നമ്മുടെ യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ പൊന്മുടി പോകാൻ വേണ്ടിയാണ് തുടങ്ങിയത്. അങ്ങനെ കുളച്ചിക്കര വന്ന് കുറച്ച് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് യാത്ര നടത്തിയപ്പോൾ 2 അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് അവരൊരു 1.5 മണിക്കൂർ നമ്മളുമായിട്ട് ചിലവിട്ട് അവർ പാട്ടൊക്കെ പാടി. അപ്പോഴും വരുന്ന ക്രിസ്മസ് അടുത്ത് വരെയല്ലേ, അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു ക്രിസ്ത്യൻ പാട്ടൊക്കെ പാടി അങ്ങനെ സമയം പോയി. ഇപ്പോൾ വീഡിയോ തന്നെ നമ്മൾ എടുത്തത് ഓവറായിപ്പോയി. അതുകൊണ്ട് പൊന്മുടിയിലേക്കുള്ള വീഡിയോ നമ്മൾ നാളെ കാണിക്കുന്നതാണ്. ഭാരത് സഞ്ചാരി യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.